വീട്ടമ്മമാരെ രാഷ്ട്ര നിർമ്മാതാക്കളായി അംഗീകരിക്കണമെന്ന് സുപ്രീം കോടതി. വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകളുടെ മാസവരുമാനം 30,000 രൂപയായി അനുമാനിക്കണമെന്നും കോടതി പറഞ്ഞു. വാഹനാപകട കേസിൽ ഭാര്യയെ നഷ്ടപ്പെട്ടതിന് ഭർത്താവിന് അധിക നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, NK സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് പ്രഖ്യാപിച്ച വിധിയിലാണ് ഇക്കാര്യം നിരീക്ഷിച്ചത്. സ്ത്രീകൾ അവരുടെ വീടുകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ കായികാധ്വാനം മാത്രമായി ഒതുക്കാൻ സാധിക്കില്ല. വീടിന്റെ പരിപാലനം രാഷ്ട്ര പരിപാലനമാണ്. അവർ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാവുകയാണ്. സ്ത്രീയുടെ മരണത്തെ തുടർന്ന് കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം നിശ്ചിത തുകയിൽ ഒതുങ്ങുന്നതല്ലെന്നും കോടതി പറഞ്ഞു. വീടുകളിൽ സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾക്ക് പണപരമായ മൂല്യം നിശ്ചയിക്കുന്നതിനപ്പുറം അതിനെ കൂടുതൽ അംഗീകരിക്കപ്പെടുന്നത് ആക്കാനാണ് കോടതി ശ്രമിക്കുന്നത്. മനോഭാവങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. വീട്ടുകാര്യങ്ങൾ നിർവഹിക്കുന്ന വിവാഹിതയെ ഇപ്പോൾ ഹൗസ് വൈഫ് എന്നല്ല, ഹോം മേക്കർ എന്നാണ് വിളിക്കുന്നത്. ഈ മാറ്റത്തിന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ബോധപൂർവമായ ശ്രമം ഉണ്ടായെങ്കിലും പലപ്പോഴും പഴയ പ്രയോഗം തുടരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. വാഹനാപകട നഷ്ടപരിഹാര കേസുകളിൽ സുപ്രധാനമായ വിധിയാണ് ജസ്റ്റിസ് സഞ്ജയ് കരോൾ അധ്യക്ഷനായ ബെഞ്ചിന്റേത്. കാരണം നിലവിൽ ഇത്തരം കേസുകളിൽ വീട്ടമ്മമാർക്ക് നാമമാത്ര തുകയാണ് വേതനമായി കണക്കാക്കിയിരുന്നത്. അപ്പോഴത്തെ മിനിമം കൂലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. എന്നാൽ വാഹനാപകടത്തിൽ ഭാര്യ നഷ്ടപ്പെട്ട പഞ്ചാബ് സ്വദേശിക്ക് അധിക നഷ്ടപരിഹാരം നിശ്ചയിച്ചാണ് ഇപ്പോഴത്തെ വിധി. ഇതോടെ ഹൈക്കോടതി നിശ്ചയിച്ച 8.43 ലക്ഷം രൂപ സുപ്രീം കോടതി 62.77 ലക്ഷം രൂപയാക്കി ഉയർത്തി. വാഹനാപകട നഷ്ടപരിഹാര കേസുകൾ 1 വർഷത്തിനകം തീർപ്പാക്കേണ്ടതാണെന്ന് വിലയിരുത്തിയ സുപ്രീം കോടതി ഇത്തരം കേസുകളുടെ പുരോഗതി വിലയിരുത്താൻ എല്ലാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരോടും നിർദ്ദേശിച്ചു. ഭാവിയിൽ വീട്ടമ്മ എന്ന വാക്ക് സ്ത്രീയുടെ സംഭാവനകളെ മാനിച്ച് രാഷ്ട്ര നിർമ്മാതാവ് എന്ന് ഉപയോഗിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സുപ്രീം കോടതി പറഞ്ഞു. കുടുംബത്തിലെ വരുമാനമുള്ള അംഗങ്ങൾ യഥാർത്ഥത്തിൽ അവരെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും അതിന് അർഹമായ അംഗീകാരം ലഭിക്കുന്നില്ലെന്നും കോടതി പറഞ്ഞു. ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 15 മുതൽ 17% വരെയാകും വീട്ടമ്മമാരുടെ സേവനത്തിന്റെ മൂല്യം. എങ്കിലും അത് നൽകുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്നും ബെഞ്ച് വിലയിരുത്തി. 3 കുട്ടികളുടെ അമ്മയാണ് പഞ്ചാബിൽ 2001 വാഹനാപകടത്തിൽ മരിച്ചത്. കുടുംബത്തിന് 2.24 ലക്ഷം രൂപയാണ് വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണൽ വിധിച്ചത്. ഹൈക്കോടതി ഇത് 8.43 ലക്ഷമാക്കി ഉയർത്തിയെങ്കിലും അത് പോരെന്നു കാണിച്ച് ഭർത്താവ് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്നാണ് വീട്ടമ്മയായ ഭാര്യയുടെ വേതനം 30,000 രൂപയാക്കി കണക്കാക്കി നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്.